ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കാണ് രാവിലെ. അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് ചെറിയൊരു ചാറ്റൽ മഴയും അതുപോലെ ഒരു മഞ്ഞൊക്കെ മൂടി നിൽക്കുന്ന ഒരു ക്ലൈമറ്റാണ് കേട്ടോ. രാവിലെ എണീച്ചപ്പോൾ തന്നെ നല്ല രസം തോന്നി, ചെറുതായിട്ടൊരു ചെറിയ തണുപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ പല്ലൊക്കെ തേച്ച് ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ, അടുക്കളയിലേക്ക് വരിക, ചായ ഉണ്ടാക്കുക. സാധാരണ എനിക്ക് അങ്ങനെ ചായ ഉണ്ടാക്കാറില്ല. ഇങ്ങനെ മഴയോ മഞ്ഞോ തണുപ്പോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് എനിക്ക് ചായ കുടിക്കാൻ തോന്നാറ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്കും ഏട്ടൂനും ചായ ഉണ്ടാക്കുന്നുണ്ട്. സാധാരണ ഏട്ടൂന് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അപ്പം നമ്മൾ ഷുഗർ യൂസ് ചെയ്യുന്നില്ല, ശർക്കര മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ചായയിലാണെങ്കിലും കാപ്പിയിലാണെങ്കിലും അങ്ങനെ തന്നെയുള്ളൂ. അപ്പോൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഏട്ടു ആ ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡിയായി. ഇപ്പോൾ സമയം ഒരു 6:45 കേട്ടോ. അപ്പോൾ ഏട്ട് പോയി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പണി എന്താ വെച്ചാൽ നമ്മുടെ മീൻകുട്ടന് തീറ്റ കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ എണീക്കുമ്പോൾ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. ആളുടെ തീറ്റ വെക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടുന്ന് നമ്മൾ എന്തെങ്കിലും എടുത്തു കൊണ്ടുവന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വാലൊക്കെ ആട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു അത്യാവശ്യം നല്ല ഇണക്കമുള്ളൊരു മീനാണ് കേട്ടോ. അപ്പോൾ മീനിന് തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പണി എന്താ വെച്ചാൽ നീക്കുട്ടൻ തലേ ദിവസം കളിപ്പാട്ടങ്ങളെല്ലാം ഇങ്ങനെ വാരി വലിച്ചിട്ടിട്ടുണ്ടാവും. രാത്രി ആകുമ്പോഴേക്കും എനിക്ക് വയ്യാതെ ആവും, അതുകൊണ്ട് ഞാൻ രാത്രി ഇങ്ങനെ ഈ പരിപാടിക്കൊന്നും നിൽക്കാറില്ല. രാവിലെ എണീച്ച് കഴിഞ്ഞാലാണ് ഇതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കുക. അതുപോലെ ഇന്നലെ രാത്രി വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് തോരിയിടണം. ഇപ്പം മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് തുണികളൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടാനായിട്ട്. വൈകുന്നേരങ്ങളിലായി കഴിഞ്ഞാൽ പൊതുവേ നല്ല മഴയാണ്. അപ്പോൾ നിവിക്കുട്ടൻ എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് സമയം അവനെങ്ങനെ കളിപ്പിച്ച് അവൻ്റെ മൂഡൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് കുറച്ച് ടൈം എടുക്കും നിവിക്കുട്ടൻ ഉറക്കത്തിൻ്റെ ആ മൂഡിൽ നിന്ന് വരാനായിട്ട് കേട്ടോ. പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ സാധാ അങ്ങനെ കളിച്ചോളും. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞങ്ങൾ നാട്ടിൽ പോയി വന്നപ്പോൾ അമ്മ ദോശമാവ് അരച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശയ്ക്കും ഇഡ്ഡലിക്കും യൂസ് ചെയ്യുക കേട്ടോ ഈ ഒരു മാവ്. അപ്പോൾ ഇന്ന് ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്യുന്നുണ്ട്. ദോശയ്ക്ക് കറി വീട്ടിൽ നിന്ന് വരുമ്പോൾ കടലക്കറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഉച്ചയ്ക്കുള്ള ചോറും അതുപോലെ ചുക്കുവെള്ളവും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്ന സമയത്ത് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. നന്നായി ക്ലീൻ ചെയ്തിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്, എങ്കിലും നമ്മുടെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ മസാലപ്പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എല്ലാ കറികൾക്കും ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഇവിടെ ആർക്കും അങ്ങനെ എരിവ് ആവശ്യമില്ല, പക്ഷേ നല്ലൊരു കളറും നല്ല ചന്തമൊക്കെയാണ് നമ്മൾ കാശ്മീരി ചില്ലി യൂസ് ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ കുറച്ച് കാശ്മീരി ചില്ലിയും അതുപോലെ ചിക്കൻ മസാലയാണ് ഇപ്പോൾ ചേർത്തത് കേട്ടോ. ഇതൊക്കെ എൻ്റെ ഒരു അളവിനാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതെൻ്റെ ഒരു പ്രത്യേക ടൈപ്പ് റെസിപ്പിയാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ. പിന്നെ അതിലേക്ക് ഇടുന്നത് ഗരം മസാലയാണ്. പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നമ്മുടെ കൈ വെച്ച് നന്നായിട്ട് അങ്ങോട്ട് തിരുമ്പി ആ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പുരണ്ടിയിരിക്കണം. ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് മസാലയൊക്കെ പിടിച്ച് നമുക്ക് നല്ല പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരു 1.5 മണിക്കൂറിന് ശേഷം ഞാനിത് കുക്ക് ചെയ്യാൻ പോവുകയാണ്. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഒരു ബേ ലീഫും അതുപോലെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ നമ്മൾ സ്റ്റാർ ഉണ്ടല്ലോ, ഇതെല്ലാം കുറച്ച് ഇട്ട് കൊടുക്കും. നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ ഇത് ആദ്യം മൂപ്പിച്ചെടുക്കുമ്പോൾ, നമ്മൾ എന്തൊരു സംഭവം എണ്ണയിൽ ആദ്യം മൂപ്പിച്ചെടുക്കുകയാണെങ്കിലും അതിൻ്റെ ഫ്ലേവറാണ് നമ്മുടെ കറിയിലേക്ക് പെട്ടെന്ന് കിട്ടുക. അതായത് കൂടുതലായിട്ടും അതിൻ്റെ ഫ്ലേവറാണ് കിട്ടുക. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്കൂ കേട്ടോ.
പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. അതുപോലെ സവാള ഒരു 4-5 സവാള എടുത്തിട്ടുണ്ട്. ഇനി ഇത് സവാള നന്നായിട്ട് വഴഞ്ഞു വരുമ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു പച്ചമുളക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം കാശ്മീരി ചില്ലി അല്ലേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് അധികം എരിവ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ മാറി വരുമ്പോൾ അതിലേക്ക് ഒരു 2 തക്കാളി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വരണം കേട്ടോ. അതിൻ്റെ പച്ചമുളക് നല്ലപോലെ പോകണം, എണ്ണ തെളിഞ്ഞ് വരണം. ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. ഇതൊരു 5 മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കും. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കും. അപ്പോൾ മൂടി വെച്ചതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചിക്കൻ വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം മതി കേട്ടോ. കൂടുതലായി കഴിഞ്ഞാൽ ചിക്കൻ പീസസൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി കുറുകി വരാൻ തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. ആ മസാലയൊക്കെ ചിക്കനിൽ ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിക്കും ചോറിനും എല്ലാ കറികൾ ദോശയ്ക്കും എല്ലാത്തിൻ്റെ കൂടെ നമുക്കിത് യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിവിക്കുട്ടൻ എന്താ ഇവിടെ ഇരുന്നിട്ട് ആപ്പിൾ കഴിക്കുകയാണ്, ഒപ്പം TV കാണുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 1 മണിയാണ്. ഞാൻ നിവിക്കുട്ടന് ഭക്ഷണം കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇനി അവന് ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ കഴിക്കുള്ളൂ. അപ്പോഴേക്കാണ് ഏട്ടും വരും ലഞ്ച് കഴിക്കാനായിട്ട് വരുള്ളൂ. അപ്പോൾ അവൻ്റെ ഭക്ഷണം കൊടുക്കൽ കഴിയുമ്പോഴേക്കും അവരെത്തും ചെയ്യും. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എന്താ മഴ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പൊതുവെ ഉച്ചയ്ക്ക് ശേഷം നല്ല ഇടിയും മഴയൊക്കെയാണ്. അപ്പം അതാ മഴ ചാറാനും തുടങ്ങി. നന്നായിട്ട് ഇടി പൊട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ സ്നാക്ക് ഉണ്ടാക്കണം തോന്നി. ഇങ്ങനെ മഴയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും ചായയുടെ കൂടെ. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ അമൃതം പൊടി ഉണ്ടല്ലോ, അംഗനവാടിയിൽ നിന്ന് കിട്ടില്ലേ, ആ ഒരു അമൃതം പൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മുടെ നല്ല ജീരകം ക്യുമിൻ സീഡ്സ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൽ മധുരത്തിനായിട്ട് ശർക്കരയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു സംഭവം ചേർക്കുന്നത് എന്താ വെച്ചാൽ ചക്ക വരട്ടിയതാണ് കേട്ടോ. ഇത് നിവിക്കുട്ടന് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് അമ്മ വരട്ടി തന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ചിലപ്പോഴൊക്കെ ഓരോ സ്പൂൺ വെച്ചിട്ട് അവന് കൊടുക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണല്ലോ ചക്ക വരട്ടിയത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റൊക്കെ വരും നമ്മൾ ഈ ഒരു സ്നാക്കിൽ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ മധുരത്തിനായിട്ട് ശർക്കര പാനിയാക്കിയത് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം നമ്മുടെ അമൃതം പൊടിയിൽ അത്യാവശ്യം മധുരമുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ചക്ക വരട്ടിയതിലും അത്യാവശ്യം നല്ല മധുരമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് അതായത് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ അതിലേക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് നെയ്യ്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കുഴച്ചെടുക്കുക. നമുക്ക് ബോൾസ് ആക്കിയിട്ട് എടുക്കാൻ പറ്റണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു മാവ് കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ. ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ കുറച്ചൊരു എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുക്കാം. എന്നിട്ട് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ സ്റ്റീം ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. എണ്ണയിലിട്ട് വറക്കുക അങ്ങനെ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്നാക്കാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം നമുക്ക്. പിന്നെ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മുന്തിരിയോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ബദാമോ ഒക്കെ ഓരോന്നിങ്ങനെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇഡ്ഡലി ചെമ്പിലാണ് കേട്ടോ ഞാൻ സ്റ്റീം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ ഏകദേശം ഒരു 5-6 മിനിറ്റ് നമ്മൾ സ്റ്റീം ചെയ്തെടുത്താൽ മതിയാവും. അപ്പോഴേക്ക് തന്നെ നമ്മുടെ ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനൊന്ന് അടിച്ചു വാരുകയാണ്. ഈവനിങ്ങിലാണ് അടിച്ചു വാരുന്നത്. കാരണം രാവിലെ ഒന്നും അടിച്ചു വാരിയിട്ട് ഒരു കാര്യമില്ല. നിവിക്കുട്ടൻ ഫുള്ളിങ്ങനെ കുപ്പയാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ ഈവനിങ്ങിലാണ് പൊതുവെ അടിച്ചു വാരി തുടയ്ക്കാറുള്ളത്. അപ്പോൾ അതാവുമ്പോൾ പിന്നെ അങ്ങനെ വൃത്തികേടൊന്നും ആവില്ല.
അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അത് നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കണം തോന്നി കഴിഞ്ഞാൽ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ചൂടാറി കഴിഞ്ഞാൽ അധികം ചൂടാറാൻ നിൽക്കരുത്, ചെറിയൊരു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ കഴിക്കുക, അപ്പോഴാണ് ആ ടേസ്റ്റ് വരുള്ളൂ. കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ട് നല്ല പോലെ വെന്ത് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അംഗനവാടിയിൽ നിന്ന് എപ്പോഴും അമൃതം പൊടിയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കും ഇഷ്ടമാവും. അപ്പോൾ ഞാൻ നിവിക്കൂട്ടന് കൊടുത്തപ്പോൾ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആൾ. അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചതാ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ജിമ്മിന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വീക്കായി നമ്മൾ പോകാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അവിടെ ഷൂസൊക്കെ കെട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു 6 മണിയൊക്കെ ആകുമ്പോഴാണ് ഇറങ്ങാറ്. ഇതാണ് നമ്മുടെ ജിമ്മ് കേട്ടോ. നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടൊന്നും കാണിക്കാൻ പറ്റിയില്ല, കാരണം ഞങ്ങൾ രണ്ടുപേരും വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് പരസ്പരം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി പറ്റുകയാണെങ്കിൽ എപ്പോഴെങ്കിലും കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ജിമ്മിൽ നിന്ന് ഇതാ വന്ന് ഫുൾ ടയേർഡായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് മേല് കഴുകണം. അപ്പോൾ മേലൊക്കെ കഴുകി വന്നു. അപ്പോൾ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് ചപ്പാത്തിയും നമ്മുടെ സോയാബീൻസ് ഉണ്ടല്ലോ അതിൻ്റെ കറിയാണ് കേട്ടോ. ഹലോ, അപ്പോൾ ഞാൻ ജിമ്മിന് പോയി വന്ന് ഫ്രഷായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു, പച്ചക്കറിയും അതൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ പോയിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം ഇവിടെ നല്ല മഴ ഇടിയാണ്. കൊടയും പിടിച്ച് എന്താ പറയുക, കവറൊക്കെ പിടിച്ചതാക്കുമ്പോൾ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് എടുത്ത്, അതായത് പച്ചക്കറിയൊക്കെ ഇങ്ങനെ കഴുകിയിട്ടൊക്കെ വേണം ഫ്രിഡ്ജിൽ വെക്കാൻ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പരിപാടികളുണ്ട്. പിന്നെ പാത്രമൊക്കെ കഴുകണം, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഏകദേശം ഒരു 10-10:30 ആവും. അപ്പോഴേക്കും ഉറങ്ങാനും ആയി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക, എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ, വീഡിയോസ് ഒന്നും മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.